എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഈയൊരു ടാഗ് ലൈന് ഇന്നും മാറ്റമില്ലെന്നാണ് സത്യം. തൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം മലയാളത്തിന് നൽകിയത് ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ, 90s ജനിച്ചവരുടെ വികാരം. അഭിനയമെന്ന കലയിലൂടെ ഇന്നും മലയാളിയെ ഞെട്ടിക്കുന്ന അയാളുടെ കണ്ണുകളും വിരലുകളും വരെ കഥ പറയും. മുണ്ടും മടക്കി മീശ പിരിച്ചു നിന്നാൽ രോമാഞ്ചവും, നേരെ മറിച്ച് കണ്ണൊന്നു കലങ്ങിയാൽ കരയാനും തോന്നിപ്പോവും. എത്ര പറഞ്ഞാലും തീരാത്ത അഭിനയ പകർപ്പുകൾ കൊണ്ട് ഇന്നും മലയാളിയെ വിസ്മയിപ്പിക്കുന്ന നടൻ, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ. 2013 മുതൽ 2023 വരെ ഏതാണ്ട് 10 വർഷ കാലയളവിൽ 35-ൽ കൂടുതൽ സിനിമകളാണ് ലാലേട്ടൻ്റെതായി റിലീസായത്. അവയിൽ ഒത്തിരി ഫ്ലോപ്പ് സിനിമകളുമുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. റീസെൻ്റ് റിലീസായി വന്ന നേര് മോഹൻലാൽ എന്ന നടൻ്റെ വേറിട്ട അഭിനയ മികവ് കാണിച്ചു തന്നു. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് മാത്രം രജനീകാന്ത് ചിത്രമായ ജയിലർ കേരളത്തിൽ വമ്പൻ ആഘോഷമായി. മോളിവുഡിലെ പല റെക്കോർഡുകളും മേക്ക് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും ലാലേട്ടൻ തന്നെ. 2013 മുതൽ 2023 വരെയുള്ള 10 വർഷത്തിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ ദുരന്തമായി മാറിയ മോഹൻലാൽ സിനിമകൾ ഏതെന്ന് നോക്കാം. 2013 ഏതാണ്ട് 4 സിനിമകളാണ് ലാലേട്ടൻ്റെതായി പരാജയപ്പെട്ടത്. ലോക്പാൽ, റെഡ് വൈൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗീതാഞ്ജലി. 2014 3 ചിത്രങ്ങൾ: മിസ്റ്റർ ഫ്രോഡ്, പെരുച്ചാഴി, കൂതറ. 2015 2 ചിത്രങ്ങളാണ് ലാലേട്ടൻ്റെതായി പരാജയപ്പെട്ടത്: ലൈല ഓ ലൈല, കനൽ. 2017 2 ചിത്രങ്ങൾ പരാജയപ്പെട്ടു: 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്, വെളിപാടിൻ്റെ പുസ്തകം. 2018 ഒരു ചിത്രം മാത്രം പരാജയപ്പെട്ടുള്ളൂ: ഡ്രാമ. 2022 ഒരു ചിത്രം മാത്രം പരാജയപ്പെട്ടുള്ളൂ: ആറാട്ട്. 2023 ഒരു ചിത്രം മാത്രം പരാജയപ്പെട്ടുള്ളൂ: എലോൺ. പ്രധാനമായും ബോക്സ് ഓഫീസിൽ പരാജയമായ മോഹൻലാൽ ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ തോൽവിപ്പടം ഏതെന്നും കമൻറ്റ് ചെയ്യുക. 2024 ലാലേട്ടൻ നമ്മെ ഞെട്ടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ലാലേട്ടൻ്റെതായി ഇനി വരാനിരിക്കുന്ന സിനിമകൾ, പ്രത്യേകിച്ച് എമ്പുരാൻ, ബോളിവുഡിൽ പുതിയ പല റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ മലയാളം സിനിമകളിലെ VFX, തമിഴ് സിനിമകളിലെ കോപ്പിയടികൾ, ദളപതി വിജയുടെ രാഷ്ട്രീയം, ഒരേ കഥയിൽ വന്ന സിനിമകൾ, കൂടുതൽ പണം പാരിയ സിനിമകൾ എന്നീ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു കണ്ടന്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.